ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പൊതിച്ചോറ്. ഇന്നത്തെ പൊതിയിൽ എന്തെല്ലാം കറികളുണ്ടെന്ന് നോക്കിയാലോ. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ വേണം എന്നും പറയുന്നത് പോലെ ഇന്നൊരു വെറൈറ്റി തോരനാണ്. ഉണക്ക ഉലുവ തോരൻ. നല്ല സൂപ്പർ ഒരു ഐറ്റമാണ്. ഇതുണ്ടാക്കുന്ന വീഡിയോ ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അടുത്തത് ഒരു തോരനാണ്. പടവലങ്ങയും കറിക്കായും വെച്ചുള്ളൊരു തോരൻ. അത് കഴിഞ്ഞ് ഇന്നൊരു കടലക്കറിയുണ്ട്. രാവിലെ പുട്ടിന് വെച്ച കടലക്കറിയും ഉച്ചയ്ക്ക് നമ്മൾ വെക്കുന്നുണ്ട്. ഇന്ന് ചമ്മന്തിയില്ല, അതിനേരം ഒഴിക്കറിയാണ്, മോരാണ്. 2-3 ദിവസം കൊണ്ട് അച്ചാറൊന്നുമില്ല. ഇത്രയുമാണ് പൊതിയിലുള്ള കറികൾ. ഇതിൻ്റെ കൂടെ ഉലുവ തോരൻ വെക്കുന്ന വീഡിയോയുമുണ്ട്, അതും എല്ലാവരും ഒന്ന് കാണണം. ഓക്കെ, ബൈ. ഉണക്ക ഉലുവാമീനാണ് ഞാനിന്ന് നമ്മുടെ പൊതിയിൽ വെക്കാനായിട്ട് തോരൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെടുത്ത് വെള്ളത്തിലിട്ട് കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു. ഞാനതിന് തോരൻ ആവശ്യമായ തേങ്ങയും ഉണ്ടമുളകും ഇട്ടാണ് വെക്കുന്നത്. ഉണ്ടമുളകും സവാള അരിഞ്ഞതും വെച്ചിട്ടുണ്ട്. എന്നിട്ടിത് അതെല്ലാം അരിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ മീനൊന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ല വൃത്തിക്ക് കഴുകിയെടുത്ത് ഞാൻ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തു. ഇതിൽ കുറച്ചുകൂടെ ചെറുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു തവ എടുത്ത് വെച്ചു. അത് നന്നായി ചൂടായി, പാത്രം നന്നായി ചൂടായി കിട്ടിയപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഇട്ട് ഒരു വറ്റൽമുളകും ഇട്ട് ആവശ്യത്തിന് കറിവേപ്പില അങ്ങ് ഇട്ടു. അതൊന്ന് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പിന്നെ ഉണ്ടമുളകും തേങ്ങായും കൂടെ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. വേറെ ഞാനിതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, കാരണം ഉണ്ടമുളക് നല്ല എരിവുള്ള മുളകാണ്. അതുകൊണ്ട് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ ഉണക്ക ഉലുവ മീനോടങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിനാവശ്യം, അതായത് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട തോരനല്ലേ, പക്ഷേ ആ മീനൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളവും കൂടി ഞാനിതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് എല്ലാവരും ഉണക്ക ഉലുവ മീൻ വറക്കുകയാണല്ലോ കൂടുതലും ചെയ്യുന്നത്. ഇനി ഇത് കിട്ടുമ്പോൾ ഇങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം അധികം ഉപ്പും ആവത്തില്ല, കാരണം ഇതിലെല്ലാം അങ്ങ് ഉപ്പും പിടിച്ചോളൂ. അതിനോടൊപ്പം തന്നെ ഞാൻ അതിനുള്ള തോരനും പിന്നെ രാവിലത്തേക്കുള്ള പുട്ടൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. എല്ലാം രാവിലെ ഒരു തിരക്കാണ്, എല്ലാവർക്കും പോകണമല്ലോ രാവിലെ. അപ്പോൾ നമ്മുടെ ഉണക്ക ഉലുവ തോരൻ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.